വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണം കോൺഗ്രസ് നടത്തിയ കൊലപാതകമെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് പറയുന്നു. ആത്മഹത്യാ കുറിപ്പിനും കത്തുകൾക്കും അപ്പുറം എന്ത് തെളിവാണ് വേണ്ടതെന്ന് K റഫീഖ് 24നോട് ചോദിച്ചു. NM വിജയൻ്റെ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ IC ബാലകൃഷ്ണൻ MLA-യും ND അപ്പച്ചനും ഗോപിനാഥുമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിലപ്പുറം ഒന്നും തെളിവുകൾ പുറത്തു വരാനില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി IC ബാലകൃഷ്ണൻ രാജിവെക്കാൻ വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ പരാമർശിക്കപ്പെട്ട 3 പേർക്കെതിരെയും അതുപോലെ തന്നെ കൂട്ടാളികൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് CPIM ആവശ്യപ്പെടുന്നത്. വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം ഏറ്റെടുക്കും. ഇപ്പോൾ നൈറ്റ് മാർച്ച് CPIM-ൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ നിലയിൽ വലിയ പ്രക്ഷോഭവുമായി ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെയുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കുന്നവരെയുള്ള പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചുരുക്കി ഇപ്പോൾ കാണാൻ കഴിയില്ല. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൊരു മനുഷ്യനെ അവഹേളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. വേട്ടക്കാരൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് ഇരകളായ വിജയേട്ടനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം. ഈ ബാധ്യതയെല്ലാം വന്നത് കോൺഗ്രസിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം. വിജയേട്ടൻ തന്നെ അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ച് കോൺഗ്രസ് CPM സഹകരണ മുന്നണിയായെന്ന് BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. അർബൻ ബാങ്കിൽ ഉൾപ്പെടെ ഇരു കൂട്ടരും പണം വാങ്ങി വ്യാപകമായി നിയമനങ്ങൾ നടത്തുന്നു. സഹകരണ മുന്നണിയെ BJP തുറന്നു കാണിക്കുമെന്നും പ്രശാന്ത് മലവയൽ 24നോട് പറഞ്ഞു. ബത്തേരി കേന്ദ്രീകരിച്ച് 2 സഹകരണ ബാങ്കുകൾ മുന്നിൽ നിർത്തി. ഒന്ന് കാർഷിക വികസന ബാങ്കും അതോടൊപ്പം സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കും സംബന്ധിച്ച് 2 കൂട്ടരും, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായിക്കൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു സഹകരണ മുന്നണിയെപ്പോലെ, സഹകരണ ബാങ്ക് മാത്രമല്ല സഹകരണ മുന്നണിയെപ്പോലെയാണ് ഇവർ പ്രവർത്തിച്ചു പോകുന്നത്. ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു പാലമായിട്ട് KK ഗോപിനാഥൻ പ്രവർത്തിക്കുന്നുണ്ട്. ഗോപിനാഥൻ്റെ പേര് എവിടെയും പരാമർശിക്കുന്ന പോലുമില്ല. IC ബാലകൃഷ്ണനോടൊപ്പം ND അപ്പച്ചനോടൊപ്പം പരാമർശിക്കേണ്ട ഒരു പേര് തന്നെയാണ് KK ഗോപിനാഥ്.